ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. സാറ്റർഡേ എക്സാമിൻ്റെ 3rd യൂണിറ്റ് ടെസ്റ്റാണ്. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിൻ്റെ മാർക്കിലേക്ക് കൺസിഡർ ചെയ്യുന്ന എക്സാം തന്നെയാണ്. അപ്പോൾ നന്നായി പഠിച്ചെഴുതുക. 2 പാഠങ്ങളാണ് ഉള്ളത് അല്ലേ, കൂത്തു കാണാനും കുഞ്ഞുണ്ണി മാഷിൻ്റെ പാഠവും. ഇതിലെ കൂത്തു കാണാനിലെ അല്ലിമലർക്കാവിൽ നിന്ന് മുതലുള്ള ഞാനിറങ്ങി പോന്നു എന്നുള്ള വരികൾ വരെ നിങ്ങളുടെ അടുത്ത് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചെഴുതുമ്പോൾ കൂത്തു കാണാൻ ഹെഡിങ് കൊടുക്കണം, സൈഡ് ഹെഡിങ്. അതിന് താഴെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം കവിതകൾ എന്നെഴുതണം. എന്നാലാണ് നിങ്ങൾക്ക് എഴുതിയാൽ മുഴുവൻ മാർക്കും തരാൻ പറ്റുള്ളൂ. കവിയുടെ പേരും കൂത്തു കാണാൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇത്രയും വേണം. അതിനുശേഷം വേണം വരികൾ എഴുതാൻ. അതിൽ തന്നെ ഐഫൺ, കുത്ത്, കോമ ഉണ്ടെങ്കിൽ കോമ എല്ലാം അതിലും കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവണം വരികളിൽ. റിവിഷൻ തന്നെയാണ്, റിവിഷൻ വീഡിയോ തന്നെയാണ്. അല്ലാതെ ഞാൻ പുതിയ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല. എക്സാമും തുറന്നിട്ടില്ല, പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. എന്തായാലും പോർഷനൊക്കെ തീരും. അത് അത്രമാത്രം ഒന്നും ഇല്ല ഇനി അടുത്ത ടേമിലേക്ക്, അതുകൊണ്ട് പേടിക്കേണ്ട. എക്സാമിന് പോർഷനൊക്കെ തീരും. നമുക്ക് റിവിഷൻ തന്നെ ചെയ്യാം. വെനസ്ഡേ ഈ കൂത്തു കാണാൻ റിവിഷൻ, ഇന്നത്തെ വീഡിയോയിൽ കൂത്തു കാണാൻ റിവിഷൻ ചെയ്യാം. അടുത്ത വീഡിയോയിൽ അക്കിത്തത്തിൻ്റെ പാഠം. പല തവണ റിവിഷൻ കഴിഞ്ഞതാണ്. സാറ്റർഡേ എക്സാം കഴിഞ്ഞിട്ട് പുതിയ ക്ലാസ്, പുതിയ യൂണിറ്റ് നമുക്ക് തുടങ്ങാം. ഇതോടൊപ്പം തന്നെ കോപ്പി വർക്ക് തരുന്നുണ്ട്, അത് വൃത്തിയായി ചെയ്യാം. പദപരിചയമാണ് ആദ്യം പഠിച്ചത്. കൂത്തുമാടം, കൂത്തു നടത്തുന്ന പുര. ആദി, ദുഃഖം. പുൽകുക, കെട്ടിപ്പിടിക്കുക. മഞ്ഞളിക്കുക, മഞ്ഞ നിറമാകുക. ഏകൻ, തനിച്ചുള്ളവൻ. അന്തി, സന്ധ്യ. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ വിവരിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വാക്കും ഒരു 5 ടൈം റഫ് നോട്ടിൽ എഴുതി പഠിക്കുക. പര്യായം പറഞ്ഞു നോക്കാം. അച്ഛൻ, താതൻ, ജനകൻ. അമ്മ, ജനനി, മാതാവ്. ആദി, ദുഃഖം, വ്യത. ചേർത്തെഴുതുക. വീട്ടിലല്ല, വീട്ടിൽ പ്ലസ് അല്ല, വീട്ടിലല്ല. ഇറങ്ങി പ്ലസ് പോന്നു, ഇറങ്ങിപ്പോന്നു. നിന്ന് പ്ലസ് ആരാഞ്ഞു, നിന്നാരാഞ്ഞു. കൊണ്ട് പ്ലസ് എനിക്ക്, കൊണ്ടെനിക്ക്. നെഞ്ച് പ്ലസ് ഇടിപ്പ്, നെഞ്ചിടിപ്പ്. നിങ്ങൾ എല്ലാ തവണയും തെറ്റിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. നന്നായി എഴുതി പഠിക്കുക. ഉത്തരം എഴുതുക. ഒറ്റയ്ക്കായതിൽ പ്രയാസം തോന്നിയ ഉണ്ണി ആ സമയത്ത് വിചാരിക്കാനിടയായ ഒരു കാര്യം എഴുതുക. സന്ധ്യാനേരത്ത് ഒറ്റയ്ക്കിറങ്ങി വന്നത് തെറ്റായി. കുട്ടി കൂത്തു കാണാൻ എവിടെയാണ് പോയത്? അല്ലിമലർക്കാവിൽ. കുട്ടി കൂത്തു കാണാൻ എവിടെയാണ് പോയത്? അല്ലിമലർക്കാവിൽ. ഉണ്ണിയെ അന്വേഷിച്ച് അച്ഛൻ എത്തിയത് എപ്രകാരമായിരുന്നു? ഒഴുകുന്ന വിയർപ്പോടുകൂടി. ഉണ്ണിയെ അന്വേഷിച്ച് അച്ഛൻ എത്തിയത് എപ്രകാരമായിരുന്നു? ഒഴുകുന്ന വിയർപ്പിൽ നീന്തിയാണ് ഉണ്ണിയെ അന്വേഷിച്ച് അച്ഛൻ എത്തിയത്. ഉണ്ണിയെ അന്വേഷിച്ച് അച്ഛൻ എത്തിയത് എപ്രകാരമായിരുന്നു? ഒഴുകുന്ന വിയർപ്പിൽ നീന്തിയാണ് ഉണ്ണിയെ അന്വേഷിച്ച് അച്ഛൻ എത്തിയത്. ഒഴുകുന്ന വിയർപ്പിൽ നീന്തിയാണ് ഉണ്ണിയെ അന്വേഷിച്ച് അച്ഛൻ എത്തിയത്. നന്നായി പഠിക്കുക. കോപ്പി വർക്ക് ഉണ്ട്. മേശ, മീശ, ശർക്കര, മഷി, ഷർട്ട്, സർപ്പം, സഞ്ചി, സമ്മാനം, സിംഹം, ഹനുമാൻ. ഇത്തരം വാക്കുകൾ കോപ്പി വർക്ക് നന്നായി വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.